അതോടൊപ്പം വിവാഹം പോലെയുള്ള സന്തോഷങ്ങൾ വരുമ്പോ ഒരിക്കലും സഹോദരങ്ങളെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ച ദീനിനെ നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വയല്ലഹു അൻഹും ഇസ്റഹും വല്ലഅലാൽ അല്ലത്തി കാനത് അലൈഹിം. എന്തിനാ റസൂലുള്ള വന്നത്? അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, അവരുടെ മേലുള്ള വിലങ്ങുകൾ താഴെ വെക്കാൻ റസൂൽ വന്നതിന്. ഈ കെട്ടിക്കൊടുക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കി ദീന് ലളിതമാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് ആ ലളിതമായ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഹിബ ഫാത്തിമയെ കണ്ടിട്ടല്ലേ നവാസ് കല്യാണം കഴിക്കുന്നത്? അതെ. രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ ഇന്ന് എന്തിനാ ഹിബ ഫാത്തിമ പെയിന്റ് അടിക്കുന്നത്? ഹിബ ഫാത്തിമയുടെ പെയിന്റ് അടിക്കാത്ത, ബ്യൂട്ടി പാർലറിൽ പോകാത്ത മുഖം കണ്ട് സംസാരിച്ച്, അന്നെങ്ങാനും ബ്യൂട്ടി പാർലർ പോയാൽ വേണ്ടാന്ന് പറയും. കാണാൻ പോയപ്പോൾ പെയിന്റ് അടിച്ച് കുത്തിരിക്കുക, അമ്മ നമുക്കത് വേണ്ട നവാസ് പറയില്ലേ? അപ്പൊ അന്ന് സ്വാഭാവിക സൗന്ദര്യത്തിൽ നവാസ് ഹിബയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇന്നെന്തിനാ പെയിന്റ് അടിക്കുന്നത്? അത് വേറുള്ളവരെ കാണിക്കാനല്ലേ? ഒരു കല്യാണത്തിന് ഒരാൾ പറഞ്ഞു, ഞാൻ കുട്ടീന്റെ ഉമ്മാനെ ചോദിച്ചു, കുട്ടീന്റെ ഉമ്മ കാണുന്നില്ല, ഉമ്മെല്ലാം കൂടി പെയിന്റ് അടിച്ച് ഒരു പെൺകുട്ടിനെ മാതിരി അയക്കുന്നു. അപ്പൊ വേറെ ഇതാ അറിയില്ല, അതാണ് ഓളമ്മ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ മഹലിന്റെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ വിവാഹ ദിവസം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി പൊട്ടിയിട്ട് വന്നാൽ ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ അന്നൊരു ദോഹറസ്കരിക്കാം? ദോഹറസ്കരിക്കൊക്കെ ഒഴിവാക്കി ഒന്നെടുത്ത് പിന്നെ ഇടുക അസറാകുമ്പോൾക്ക്, പിന്നെ അസറിന് വീണ്ടും ഒഴിവാക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇതാ പറഞ്ഞു വയല്ലഹു അൻഹും ഇസ്റഹും വല്ലഅലാൽ അല്ലത്തി കാനത് അലൈഹ. എല്ലാ ഇടങ്ങേറും ഒഴിവാക്കാനാണ് റസൂലുള്ള വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ മകൾ, എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളുണ്ട്, ഈ ലിങ്ക് രണ്ട് കുടുംബത്തിലും കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങൾ വിടണം. എല്ലാവരും കേൾക്കാൻ, മനസ്സിലാക്കാൻ. എനിക്ക് എന്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒരു കൃത്രിമ സൗന്ദര്യം എനിക്ക് ആവശ്യമില്ലെന്ന് പെൺകുട്ടികൾ പറയണം. പുരുഷൻ വിളിച്ചു പറയണം, ഞാനാണ് അവളെ കെട്ടുന്നത്, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മഹല്ല് കമ്മിറ്റികൾ തീരുമാനിക്കും. ഇന്നത് പാലിക്കുകയാണെങ്കിൽ മാത്രമേ നിക്കാഹ് ചെയ്തു. രണ്ട് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു നോക്കൂ, എല്ലാം അവിടെ ക്ലിയർ ആകും. ഇതെന്താ, എല്ലാ പേക്കൂത്തിന്റെ അടുക്ക് മൂപ്പര് വന്നിട്ട് ഒരു ഹുത്ബയും നടത്തി അങ്ങ് പോവുക. എല്ലാറ്റിനും മേലൊപ്പ്. ഞാൻ വരുന്നതിന് മുമ്പും ഞാൻ വരുന്നതിന് ശേഷവും നിങ്ങൾ നടത്തുന്ന എല്ലാ പേക്കൂത്തിനും ഒപ്പിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല പണ്ഡിതന്മാർ, ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല ഖത്തീബുമാർ. ഇടപെടണം. മഹല്ല് കമ്മിറ്റി അജണ്ട വെച്ച് ചർച്ച ചെയ്യണം. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഖത്തീബുമാർ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കണം. അത്ര മോശ. കാരണം എന്താ അറിയോ, വിവാഹ വീട്ടിലേക്ക് മാന്യമാരൊക്കെ മാറിക്കുക, കാരണന്മാരൊക്കെ ആ ഒച്ചപ്പാട് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എനിക്ക് വലിയ സന്തോഷം തോന്നി. പാട്ടും പാടി വരികയും മുട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇപ്പൊ പോവും. കാരണം നവാസ് വീട്ടിലേക്ക് കയറേണ്ടത് സലാം പറഞ്ഞിട്ടാണ്. മുട്ടിപ്പാട്ടുമായിട്ട് കയറിയ സഹോദരങ്ങളെ സലാം എവിടെ കേൾക്കും? അതുകൊണ്ട് ആ പാട്ടുപാടി വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ആ സന്തോഷത്തിൽ പാടിയതാണ്. പക്ഷേ വിവാഹ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടും നവാസിന്റെ വീടും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ തുടക്കം ഈ മുറ്റത്തേക്ക് നവാസ് കടന്നു വരുമ്പം പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു, അസ്സലാമു അലൈക്കും. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഇവിടെയുള്ള കാരണവന്മാർ എല്ലാരും തിരിച്ചു പറഞ്ഞു, മോനെ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കുമുണ്ടാകുമാറാകട്ടെ. അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പിന്നെ പാട്ടില്ലേ, പാട്ടുണ്ട്. പെരുന്നാൾ ദിവസം അബൂബക്കർ സിദ്ദീഖൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾ ഇങ്ങനെ പാടുക നബിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ സിദ്ദീഖിൽ പറഞ്ഞു, വെട്ടിപ്പോരുത്, അത് അപകടമാകും, പാടരുത്. ഇപ്പൊ റസൂൽ പറഞ്ഞു, പെരുന്നാളല്ലേ, കുട്ടികളല്ലേ, പാടിക്കോട്ടെ. നേരത്തെ രണ്ട് കുട്ടികൾ മൈക്ക് എടുത്തിട്ട് പാടാൻ ഞാൻ പറഞ്ഞു, ആരും ഉണ്ടരുത്, കുട്ടിക്ക് പാടാനുള്ള മൈക്ക്. ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് വലിയ പിന്നെ കുട്ടികളൊക്കെ ആയ പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. അപ്പൊ ഇത് തെളിവ്, അവര് ചാടിക്കളിക്കാനല്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുമ്പ് നിങ്ങൾ മൈക്ക് കൊടുക്കും, കുട്ടികൾ പാടിക്കോട്ടെ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, രണ്ടാളെ പേര് പറഞ്ഞ പാടിക്കോട്ടെ. എന്നാൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഈ തുള്ളിച്ചാടുന്ന വീഡിയോ സമൂഹത്തിൽ ഒന്നാകെ കടികന്മാർക്ക് കൊടുക്കാൻ ആര് പറഞ്ഞു? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, ഞാൻ നോക്കൂല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നോക്കേണ്ടതുള്ളൂ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.